ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കുറച്ചു കാലമായി നമ്മുടെ കേരളത്തിൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു ദുരിതകാലമാണ് എന്നൊരു പ്രതീതിയാണ് ഉള്ളത്. പ്രളയത്തിന്റെയും പ്രകൃതിക്ഷോഭത്തിന്റെയും മഴക്കെടുതിയുടെയും ഒക്കെ വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറയുന്ന ഒരു കാലമായി മാറിയിരിക്കുന്നു. വിവിധ അലർട്ടുകൾ ഇന്നൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോ മുന്നറിയിപ്പുകൾ ഓരോ ദിവസവും വരുന്നു. ആ മുന്നറിയിപ്പുകൾ ഗവൺമെന്റ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാതെ പോയാൽ അത് വലിയ വിവാദമാകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുൻപില്ലാത്ത രീതിയിൽ തന്നെ ഒരു ദിവസം മുഴുവൻ നിന്ന് മഴ പെയ്താൽ പിറ്റേ ദിവസം വിദ്യാലയങ്ങൾക്ക് അവധി നൽകേണ്ടുന്ന ഒരു സാഹചര്യം എല്ലാം ഇന്ന് കേരളത്തിൽ ഉണ്ട്. ഇവിടെ ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ചാനലുകളിലും പത്രങ്ങളിലും ഈ വാർത്തകൾ വലിയ തോതിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും എങ്ങനെയാണോ പത്രമാധ്യമങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്, ചാനലുകൾ എങ്ങനെയാണോ ഇതിനെ സമീപിക്കുന്നത്, ആ ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെ മറ്റുള്ളവരും അതിനെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. പലപ്പോഴും പത്രമാധ്യമങ്ങൾ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് അവരുടേതായ ഒരു നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് അത് വളരെ സങ്കുചിതമായ ഒരു ധാരയിലൂടെയായിരിക്കും അവരത് ആ കാഴ്ചപ്പാടുണ്ടാകുന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനെ സമഗ്രമായി അതിനെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ ഇത്തരം സന്ദർഭങ്ങളെ, പ്രത്യേകിച്ച് ഈ ജൂൺ ജൂലൈ മാസമായി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത് ഇത് ഒരു ദുരിതകാലമാണ്, മഴപ്പെയ്ത്ത്, ദുരിതപ്പെയ്ത്ത് എന്ന ഹെഡിങ്ങുകൾ തന്നെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് ഇതൊരു ദുരിതകാലമാണ്. അതേപോലെ തന്നെ ഇതില് ഈ പ്രകൃതിക്ഷോഭങ്ങളിലൊക്കെ പെടുന്ന ആളുകളുടെ മരണപ്പെടുമ്പോൾ അത് വലിയ വാർത്തയായിട്ട് വരുന്നു. എന്നിട്ട് അത് 24 മണിക്കൂറും അതിന്റെ വിലാപങ്ങൾ, ആ കുടുംബത്തിന്റെയും ആളുകളുടെയും ഒക്കെ വേദനകളും ബുദ്ധിമുട്ടുകളും അത് എത്രത്തോളം തീവ്രമായി ഒപ്പിയെടുക്കാൻ കഴിയുമോ ആ രീതിയിൽ ഒപ്പിയെടുക്കുന്നു. അതിന്റെ ഫോട്ടോസുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ ഒരു തിരക്ക് പറഞ്ഞാൽ അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുണ്ട്. എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് ഒരു വ്യക്തി, ഒരു ലോറി ഡ്രൈവർ, ഒരു മണ്ണിനടിയിൽപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം, അത് മണിക്കൂറുകളായി ആ ഒരു വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകളെ മുൾമുനയിൽ നിർത്തിയ ഒരു റിപ്പോർട്ടിംഗ് നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു. അത് പലപ്പോഴും ഈ പല വിഷയങ്ങളിലും ആവർത്തിക്കാറുണ്ട്. ഇതിന് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഈ മതം, ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു നിഷേധാത്മകമായി കാണേണ്ട കാര്യമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ കാരുണ്യമില്ലാത്ത ഒരു സംഗതിയാണ്. മതത്തിലൊന്നും വലിയ വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാരുണ്യമാനായ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രയാസപ്പെടുത്തുമോ എന്നൊക്കെ രൂപത്തിലൂടെയാണ് പലപ്പോഴും ഇതിനെ ആഖ്യാനിക്കാറുള്ളത്. അതേപോലെ തന്നെ മറ്റൊന്ന്, രാഷ്ട്രീയമായ വിവാദങ്ങളിലേക്ക് വേഗം വഴിവെക്കുമെന്നതാണ്. അതിന്റെ കുറ്റം, അതിന്റെ കാരണം അതാരാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പിന്നെ പോകാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളും എന്ത് ചെയ്യും, ആ രീതിയിൽ അതിനെ പക്ഷം ചെയ്യും. എന്നിട്ട് ആർക്കാ തെറ്റുപറ്റി, യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവത്തെ എല്ലാവരും മറക്കും. പിന്നീട് അതിനുള്ള ആരോപണ പ്രത്യാരോപണങ്ങളായിരിക്കും ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. ഇതിന്റെ ഇടയിൽ എന്ത് വരും, ജാഗ്രതാ അറിയിപ്പുകൾ വരും. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വരാറ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വരും. ആ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നത് അതേപോലെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിച്ചു പോവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന്, നമ്മൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാലത്തെ കുറ്റം പറയുന്ന രീതി ഒരിക്കലും വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. കാരണം പിന്നെ പ്രമാണങ്ങളിൽ കാണാൻ പറ്റും, ലാ തസുബ്ദഹ ഫഇന്നല്ലാഹ ഹുവദ്ദഹ്. ഒരിക്കലും നിങ്ങൾ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. കാലം എന്ന് പറയുന്നത് നാം ആകുന്നു, അള്ളാഹു ആകുന്നു എന്നാണ്. അതായത് കാലം എന്ന് പറഞ്ഞാൽ നാമാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് നമ്മളൊരു വല്ലാത്ത കാലം, ദുരിതകാലം എന്നൊക്കെ പറയുമ്പോൾ
അത് ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു ഭൗതികതയിൽ ഊന്നിയ ഒരു വിശ്വാസമായിരുന്നു. അങ്ങനെയാണ് അവർ പ്രകൃതിക്ഷോഭങ്ങളെയൊക്കെ കണ്ടിരുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കിങ്ങൾ വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ. അവർ പറയുന്നത് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അതിലപ്പുറമൊന്നും സംഭവിക്കാനില്ല. വമാ യുഹ്ലികുന ഇല്ല ദഹർ, നമ്മളെ നശിപ്പിക്കുന്നത് ഈ കാലം മാത്രമാണ്, അല്ലാതെ ഒന്നുമല്ല. വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യദുന്നൂൻ. വിശുദ്ധ ഖുർആൻ പറയണത് എന്നാൽ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല, അവരുടെ ഊഹങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഭൗതിക ആസ്പെക്റ്റിലൂടെ തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഈ കാര്യങ്ങളൊക്കെ ആഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ കാലത്ത് കുറ്റം പറയും. അതേപോലെ തന്നെ നമ്മുടെ ആറാമത്തെ വിശ്വാസമാണ് എന്ത്? വിധിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ആ വിധിയിലുള്ള വിശ്വാസത്തെ കൊഞ്ഞനം കുത്തുന്ന സമീപനങ്ങളും ഈ സന്ദർഭത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വേറൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം കാലത്തിന്റെ നെറുമണ്ടയിൽ വെച്ച് രക്ഷപ്പെടുന്ന ഒരു സ്വഭാവം ഈ സന്ദർഭത്തിൽ മനുഷ്യന്മാർക്കുണ്ട്. മുമ്പ് കാലത്തെ കേരളത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന്ന് അപേക്ഷിച്ച് എന്താ ഇപ്പൊ അത് കുറിച്ച് തീവ്രമാകാൻ കാരണം? പണ്ട് കാലത്ത് വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ ഉണ്ടായിരുന്നു, പുഴകൾ ഉണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങി, അവിടങ്ങളിലൊക്കെ ജനവാസം ഉണ്ടാകാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് വെള്ളത്തിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ ആ ഒരു സന്ദർഭം മാറ്റി വെച്ചുകൊണ്ട് എല്ലാത്തിനും പ്രശ്നം ഇവിടെ പ്രകൃതിയാണ്, അതേപോലെ തന്നെ ഈ കാലമാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതി ശരിയല്ല. അതിൽ കുറെ മനുഷ്യന്മാരുടെ തെറ്റായ ആസൂത്രണത്തിന്റെ ഭാഗമായിക്കൊണ്ടും പലതും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ മുന്നറിയിപ്പുകൾ നമ്മൾ സ്വീകരിക്കണം. ഭൗതികമായി നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, ജാഗ്രതാ മുന്നറിയിപ്പുകളുണ്ട്. ആ മുന്നറിയിപ്പുകൾ പരിഗണിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രധാനമായും ഈ മഴക്കാലം വരുമ്പോൾ ജലജന്യ രോഗങ്ങൾ വലിയ രീതിയിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ശിഖല്ല രോഗം ഇന്ന് ഓരോ പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വെള്ളത്തിലൂടെയാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പനിയും ഛർദിയും വയറിളക്കവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ടിരിക്കുക എന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. അതിലേക്ക് വേഗം ചികിത്സ തേടേണ്ടതുണ്ട്. അങ്ങനെ ഈ മഴക്കാല സന്ദർഭത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ വരുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കുകയും അതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുക എന്നൊരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. അതേപോലെ തന്നെ ഈ റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ശാസ്ത്രീയമായി അവര് അപകടത്തിന് സാധ്യതയുള്ളത് കൊണ്ടാണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ റെഡ് അലർട്ട് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേക യാത്രകളും കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചില യുവാക്കളെങ്കിലും ഈ മഴക്കാലത്ത് ബൈക്ക് കൊണ്ട് റൈഡ് നടത്തുകയും അതിസാഹസികതകൾ കാണിക്കുകയും വെള്ളച്ചാട്ടങ്ങളിലും മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി റീൽസ് എടുക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ ഒരുപാട് അപകടങ്ങളും വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടി കുളത്തിലേക്ക് എടുത്തു ചാടിയത് അവിടെയുള്ള ആരും കണ്ടില്ല. എല്ലാവരും റീൽസ് എടുക്കുന്ന തിരക്കിലാണ്. പക്ഷെ ആ കുട്ടി അതിനിടയിൽ ചാടി അവസാനം അതിന്റെ മയ്യത്തെടുക്കുന്ന രംഗം വളരെ ഹൃദയഭേദകമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അപകടങ്ങൾ ഇല്ലാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വിശ്വാസികൾ ചിന്തിക്കേണ്ടത് ഉമർ ബിൻ അബ്ദുൽ അസീസ് തന്റെ ഭരണകാലത്ത് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയുള്ള ഭരണാധികാരികൾക്ക് ഗവർണർമാർക്ക് കത്തിലൂടെ അറിയിച്ചൊരു സന്ദേശം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താ അദ്ദേഹം പറഞ്ഞത്? കതബ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് എഴുതിയാർക്ക് ഇലാ ഉമ്മാലിഹി ഇൻദമാ സുൽസിലത്തിൽ അർദ്. ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഗവർണർമാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം കത്തെഴുതി. ആ കത്തിലുണ്ടായിരുന്ന കൽപ്പന എന്താണെന്നോ, അയ്യമുറുന്നാസ്, ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കണം. എന്താ കൽപ്പിക്കേണ്ടത്? ബിത്തൗബതി വൽ ഇസ്തിഗ്ഫാരി വസ്സദഖ. അവരോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറയണം, അവരോട് തൗബ ചെയ്യാൻ പറയണം, അവരോട് സദഖ ചെയ്യാൻ പറയണം. അപ്പൊ ഒരു വിശ്വാസി ഇങ്ങനത്തെ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇസ്തിഗ്ഫാറിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, സ്വന്തം പാപത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. തന്റെ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. അഥവാ അള്ളാഹുവിലേക്കുള്ള ഒരു ഓർമ്മയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിൽ നിന്ന്
നിന്നും മതത്തിൽ നിന്നും പൊതുവെ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് വളരെ ബോധപൂർവം അജണ്ട വെച്ചുകൊണ്ട് തന്നെ ആളുകൾ അകറ്റിക്കൊണ്ടുപോകുന്ന വാർത്താ വായനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കും ഒരു വേള തോന്നിപ്പോവുകയാണെന്ന്, എന്തിനാ പടച്ചോനെ ഇടങ്ങാറാക്കുന്നത് എന്ന രീതിയിൽ മതവിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുവാൻ ഈ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇവിടെയാണ് നമുക്ക് ശരിയായ കാഴ്ചപ്പാടിൽ വിശ്വാസിക്കുണ്ടാകേണ്ടത്. അഥവാ വിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നോക്ക്, നിങ്ങൾ മുമ്പ് ചൂരന്മലയിലും അതുപോലെയുള്ള നമ്മുടെ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ വലിയ ലാൻഡ്സ്കേപ്പ് നമ്മൾ കണ്ടതാണ്. ആ ഉരുൾപൊട്ടലിലൂടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഓർമ്മയില്ലാത്ത അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുപോയത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസവും തന്നെ അവിടുന്ന് മണ്ണിടിയുന്നത് നമ്മൾ കണ്ടു. അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ബസ് കാത്ത് നിൽക്കണം. ആൾക്കാർ, കുറച്ച് ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ശാന്തമായിട്ട് എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് ആ വെള്ളം കെട്ട് വന്നിട്ട് ജനങ്ങൾ ആ ഒരു ലോറി ഇങ്ങോട്ട് പറകോട്ട് വരുന്ന രംഗം നോക്കി. എത്രയും വലിയ ലോറിനെ ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയാന്ന് പറഞ്ഞാൽ അതിനടിയിൽപ്പെട്ട ആൾക്കാരുടെ ഇന്റർവ്യൂ പിന്നെ നമ്മൾ കണ്ടിരുന്നു. ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ട കുറച്ച് ആയത്തുകളുണ്ടെന്ന് ഞാൻ പറയുന്നു. ഇതൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. അതിൽ ചെറിയൊരു കുന്നിന്റെ ഒരു ഭാഗം വന്നപ്പോഴേക്കും മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ അള്ളാഹ് പറയുന്നു, നോക്കിങ്ങൾ, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഇന്ന സൽസലത്തുസ്സാഅത്തി ശൈഉൻ അളീം, അന്ത്യസമയത്തിൽ ആ പ്രകമ്പനമുണ്ടല്ലോ, അത് വമ്പിച്ച ഒരു കാര്യമാണ്. എന്താണ് അങ്ങനെ പ്രകമ്പനമുണ്ടായാൽ, ഭൂമി കുലുങ്ങിയാൽ അതും സംഭവിക്കും. എന്തുണ്ടാവും? യൗമ തറൗനഹ, നിങ്ങൾക്കെന്ന് കാണാൻ പറ്റും. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, തദ്ഹലു, എല്ലാവരും അശ്രദ്ധയിലാകും. ആരാ ശ്രദ്ധയിലാകുന്നത്? കുല്ലു മുർദിഅത്തിൻ, എല്ലാ മുല കൊടുക്കുന്ന സ്ത്രീകളും. അമ്മാ അർളഅത്, ആർക്കാണോ അവർ മുല കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിനെ. ഒരു കുഞ്ഞിനെ മാറോട് അടക്കി പിടിച്ച് ആ കുഞ്ഞിന് മുലയൂട്ടുമ്പോ എന്ത് പ്രതിബന്ധമുണ്ടായാലും ആ കുഞ്ഞിനെ ആ മാതാവ് ഒരിക്കലും വലിച്ചെറിയുകയില്ല. പൂക്കിപ്പറമ്പിൽ ഒരു ബസ് ദുരന്തം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബസ് കരിഞ്ഞു പോയി, കത്തിപ്പോയി. അന്ന് മെഡിക്കൽ കോളേജിൽ കിടത്തിയ മൃതദേഹങ്ങൾക്ക് ഒരു മൃതദേഹത്തിന്റെ ഫോട്ടോ പത്രങ്ങൾ കൊടുത്തിരുന്നു. ഒരു സ്ത്രീ തന്റെ സ്വന്തം കുഞ്ഞിനെ മാറോടണക്കി പിടിച്ച് രണ്ടുപേരും കരിഞ്ഞു പോയ ദൃശ്യം. എന്താ സംഭവിക്കുന്നത്? അങ്ങനെ തീ കത്തിയപ്പോൾ പോലും സ്വന്തം കുഞ്ഞിനെ മാറോട് പിടിക്കണം. പക്ഷേ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ മുലവെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ആ മാറിടത്തിൽ നിന്ന് പറിച്ചറിഞ്ഞ് സ്വന്തം കാര്യം ഓടി നോക്കി ഓടിപ്പോകുന്ന ഒരവസ്ഥ ഉമ്മയ്ക്കുണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ ഗർഭം ധരിച്ചവരാരൊക്കെയുണ്ടോ, ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ, അവർ 10 മാസം തനിയാൻ കാത്തുകൂടാതെ അവരുടെ വേദന കൊണ്ട്, ഭയം കൊണ്ട് അവരുടെ ഗർഭത്തെ അവർ പ്രസവിച്ചു പോകും. മനുഷ്യന്മാരിങ്ങനെ ഓടും. ഓടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അവർ കള്ളു കുടിച്ചോടണം, മത്ത് ബാധിച്ചോടണം. പക്ഷെ അവർ മത്തൊന്നും ബാധിച്ചിട്ടില്ല. ഈ സംഭവത്തിൽ ബേജാറ് വന്നുകൊണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു നാളിനെ ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇത് സംഭവിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. നമ്മൾ 10-40 കൊല്ലം നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് വിദേശത്ത് പോയി അധ്വാനിച്ചത്. ആ മക്കൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല, ഭാര്യ കൂടെ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ പറയാം, നാളെ പരലോകത്തോടുന്ന ഓട്ടം. ആരും പരസ്പരം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടൂല. അവനാന്റെ കാര്യം വിചാരിച്ച് ഓടുന്നൊരവസ്ഥയുണ്ടാകുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരുമ്പോഴുള്ള സന്ദർഭം പറയും നോക്കി നിങ്ങൾ. അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? രണ്ടാളുകൾ വാങ്ങുന്നവനും വിൽക്കുന്നവനുമാണ്. തങ്ങളുടെ വസ്ത്രം വിരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, സാധനം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അന്ത്യദിനം സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിൽ കച്ചവടം നടത്തുന്നവനോ അത് മടക്കി വെക്കുന്നവനോ അത് ചെയ്യാൻ കഴിയില്ല. ഒരു വിരിപ്പെടുത്തുകൊണ്ട് മറ്റവന്റെ കൈ കൊടുത്തിട്ട് അത് മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് സംഭവിക്കുന്നത് വെച്ചാൽ അത് മടക്കി പൂർത്തിയാക്കാൻ കഴിയില്ല. അതിനിടക്ക് സംഭവിക്കും. അന്ത്യദിനം വരും. താൻ കറന്നെടുത്ത പാലുമായി ഒരാൾ മടങ്ങുന്ന വേളയിൽ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ
അയാൾക്ക് ആ പാല് രുചിച്ചു നോക്കുവാൻ പോലും കഴിയില്ല. പാല് കടന്നു പോകുമ്പോഴേ അതൊന്ന് കുടിക്കാൻ പോലും കഴിയില്ല. അപ്പോഴേക്കത് സംഭവിക്കും. അന്ത്യദിനം വരും. ഒരാൾ തന്റെ ഹൗദ് നന്നാക്കുന്നവനായിരിക്കെ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അയാൾക്ക് അതിൽ നിന്ന് ഒരിക്കലും കുടിക്കാൻ കഴിയുകയില്ല. അതിന്റെ മുമ്പ് അത് സംഭവിക്കും. അന്ത്യദിനം സംഭവിക്കും. തന്റെ ഭക്ഷണം ഒരാൾക്ക് വായിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കെ അന്ത്യനാൾ സംഭവിക്കും. എന്നാൽ അയാൾക്ക് അത് ഒരിക്കലും തന്നെ ഇറക്കാൻ കഴിയില്ല. അപ്പൊ ഇതിന് സമയം എത്രയെന്ന് സമയം? നേരത്തെ കണ്ട മണ്ണിടിഞ്ഞ് വരുമ്പോ വെള്ളം വരുമ്പോ ആൾക്കാർ ഓടുന്നുണ്ട്. ഇതുപോലെ ഭൂമി ഒന്നും കണ്ട് ജർക്കിയതാണ് കഴിഞ്ഞ മനുഷ്യനാണ്. ഇത്ര നിസ്സാരമായ ഈ ഒരു ഓർമ്മയല്ലേ നമുക്ക് ഇതൊക്കെ കാണുമ്പോണ്ടാകും. ആർക്കാ ഓർമ്മയുള്ളത്? ഇത് 24 മണിക്കൂർ കണ്ടാലും ഇതെന്തിനെ പടച്ചോപ്പം എങ്ങനെ കേട്ടു? ഈ പ്രതിഷേധത്തിന്റെ ചിഹ്നമാണ് ഇന്ന് മീഡിയകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത്. ഒരു വിശ്വാസം അങ്ങനെയല്ല ചിന്തിക്കണം. പടച്ചോനെ ഇതൊരു ചെറിയ അംശം ഇങ്ങനെ ആണെങ്കിൽ ഖിയാമത്ത് നാളാവും എന്തേക്കും അവസ്ഥ. ഇങ്ങനെ അവനാന്റെ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ അന്ത്യദിനം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. അത് എപ്പോഴാണ് സംഭവിക്കുക? എനിക്ക് ഖിയാമത്ത് നാളൊന്നും കാത്തിട്ടുണ്ടോ? ഒരു അറ്റാക്ക് ഉണ്ടായാൽ മതി, ഇവിടുന്ന് റോട്ടിൽ കിടങ്ങുമ്പോൾ ഒരു വണ്ടി നിർത്തിയാൽ മതി പോരെ. അങ്ങനെ നമ്മളോട് അവസാനിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? എന്താ എന്റെ അവസ്ഥ? നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? അതിൽ ശിർക്കുണ്ടോ, വിദേഹത്തുണ്ടോ? നമ്മൾ ചിന്തിക്കണം. എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ നിന്ന് ഞങ്ങൾക്ക് സുബൈക്ക് പള്ളിയിൽ പോകാൻ പറ്റിക്കണം. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരൊറ്റ വക്ത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്റെ വിശുദ്ധ ഖുർആനിന്റെ അവസ്ഥ, ഞാൻ ഖുർആൻ ഒന്ന് കയ്യിലെടുത്തിട്ട് പാരായണം ചെയ്തിട്ട് എത്ര ദിവസമായി, എത്ര സമയമായി? അതേപോലെ തന്നെ എന്റെ ഒഴിവ് സമയം ഞാൻ എന്തിനാ ചെലവഴിക്കുന്നത്? ഈ റീൽസ് കാണാൻ വേണ്ടിയാണോ? ഈ മൊബൈലിൽ അഭിരമിക്കാൻ വേണ്ടിയാണോ? ദീനിന്റെ എന്തെങ്കിലും നല്ല കാര്യത്തിന് എന്റെ സമയം ഞാൻ കൊടുത്തിട്ടുണ്ടോ? എന്റെ സമ്പത്തിന്റെ കാര്യം എന്താണ്? ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? എന്റെ ലൈംഗിക സദാചാര മേഖലയിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്? ലഹരി ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും നമ്മുടെ പോക്കറ്റിലുണ്ടോ? ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ എവിടെയാണ് നമുക്ക് തകരാറുള്ളത് നോക്കി മനുഷ്യൻ നന്നാകുക വേണ്ടത്. അള്ളാഹിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കണം. അതിനാണ് സുഹൃത്തുക്കളെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ഏതൊരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേർക്കുനേരെ കാണാൻ, അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമാണ് വിശ്വാസികളെ നിലനിന്ന് സന്നദ്ധമാകേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനനായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രകൃതി ദുരന്തങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട്. ആ ചോദ്യങ്ങളെയും ഒരു വിശ്വാസി അഡ്രസ് ചെയ്യണം. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഞങ്ങളിപ്പോൾ എന്ത് തെറ്റ് ചെയ്തു, എന്തിനാ പെങ്ങളെ ഇറങ്ങാറക്കണം? അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിൽ കുറേ കുട്ടികളല്ലേ വെച്ച്, ഇവരെ സ്ത്രീകളല്ലേ വെച്ച്, എന്തിനാ അവരെ കഷ്ടപ്പെടുന്നത്? ഇവിടെയൊക്കെ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ തെറ്റ് ചെയ്യുന്നവർക്കാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക എന്നുള്ള മനോഭാവം ആദ്യം നമ്മൾ തിരുത്തണം. അങ്ങനെ മാത്രമല്ല, അങ്ങനെ സംഭവിക്കും. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിച്ചുകൊണ്ട് പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നൂഹുവിന്റെ കാലത്ത് നമുക്കറിയാൻ പറ്റും. പക്ഷെ എല്ലാ പ്രളയങ്ങളും എല്ലാ ദുരന്തങ്ങളും തെറ്റ് ചെയ്തവരെ മാത്രം നോക്കി ചെയ്യുന്നു എന്ന ആ കാഴ്ചപ്പാട് ശരിയല്ല. കാരണം ഇത് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ മനുഷ്യന്മാർ എങ്ങനെ പ്രതികരിക്കുന്നത്? ഒരു വിശ്വാസം അപ്പോഴാണ് ശരിക്കും പുറത്തേക്ക് വരിക. അപ്പൊ അങ്ങനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പലരും പറയാറുള്ളത്, ചാനലുകാരൊക്കെ പറയാറുള്ളത് എന്താ വെച്ചാൽ, എങ്ങനെ ഈ കുടുംബത്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കും, ഇവരോട് എന്ത് സമാധാനത്തിന്റെ വാക്ക് പറയും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാണില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ നമ്മൾ വിശ്വാസികൾക്ക് ഇതിനൊക്കെ ഉത്തരമുണ്ട്. എന്താ ഉത്തരം? ഈ ലോകം എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം. ശരിക്കും നമുക്ക് നന്മയും തിന്മയും ഒക്കെ കിട്ടുന്ന ലോകം എന്ന പരലോകമാണ്, മരണത്തിന് ശേഷമാണ്. അതുകൂടി ക്ലിയർ ആയാൽ ആ പ്രശ്നത്തിന് ഉത്തരായി. വിശുദ്ധ ഈ ദുനിയാവ് എന്ന് പറയുന്നത് അത് കളിയും വിനോദവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ശരിക്കുള്ള ജീവിതം എന്ന് പറയുന്നത് പരലോകത്താണ്. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരിക്ക് മരണം അവസാനമാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇതിന് ഉത്തരം ഉണ്ടാവില്ല. അതാ പ്രശ്നം. മരണം ഈ ജീവിതത്തിന്റെ അവസാനമാണെങ്കില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. എന്നാൽ മരണം യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. കാരണം യഥാർത്ഥ വിജയം പരലോകത്താണ്.
യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. അത് മാത്രമല്ല, ഇനി മരണപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ എന്താ അതിന്റെ വിധി? അത് പ്രളയത്തിലും അതുപോലെ അപകടത്തിലൊക്കെ ആണെങ്കിൽ ഷഹീദിന്റെ കൂലിയാണ്. എന്താ പ്രശ്നം? എന്തായാലും മരിക്കും. അങ്ങനെ എന്തെങ്കിലും മരണമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. അതാ മറുപടി, അതാ ഉത്തരം. മുങ്ങി മരിച്ചവൻ ഷഹീദാവുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും യാദൃശ്ചികമല്ല. ഇതൊക്കെ നേരത്തെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്ന് മരിക്കണം, എങ്ങനെ മരിക്കണം, ഇവിടെ ഏത് മല ആദ്യം ഇളകണം, എവിടെ പ്രകൃതിക്ഷോഭം ഉണ്ടാണ്, എവിടെ ഭൂമി കൊടുക്കുന്നതാണ്. നമുക്ക് തോന്നുന്നത് ഇപ്പം അങ്ങനെ സംഭവിക്കുന്നത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബൽ അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസ്വാബ, ഒന്നും ബാധിക്കുകയില്ല. മിൻ മുസീബത്തി, ഒരു മുസീബത്തും ബാധിക്കില്ല. ഫിൽ അർദ്, ഭൂമിയിൽ, വലാ ഫി അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലാകട്ടെ, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബൽ അൻ നബ്റാഹാ, ഒരു ഗ്രന്ഥത്തിൽ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടതല്ലാത്ത ഒരു കാര്യം ഭൂമിയിലാകട്ടെ നിങ്ങളിലാകട്ടെ സംഭവിക്കുകയേ ഇല്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിനോട് വളരെ എളുപ്പമുള്ള കാര്യമാവുക. അപ്പൊ നമുക്കാണെന്ത്? ഇത് യാദൃശ്ചികം, അല്ലാഹുവിന് യാദൃശ്ചികമല്ല. ഇതൊക്കെ നേരത്തെ പ്രോഗ്രാമുകളാണ്, അത് സംഭവിക്കുകയാണ്. ഇതാ വിധിയിലുള്ള വിശ്വാസം. അതാണ് മനുഷ്യന്മാർ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തടഞ്ഞത് തരാനാരുമില്ല, അല്ലാഹു തന്നത് തടയാനും ആരുമില്ല. ഈ വിശ്വാസം നൽകുന്ന നിർഭയത്വം വിശ്വാസികൾക്ക് മാത്രമുണ്ടാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഇതിന് കാര്യമില്ലല്ലോ. ഇനി എങ്ങനെ ജീവിക്കുക, അത് നമ്മുടെ ചില കാഴ്ചപ്പാടുകളാണ്. നമ്മളെ പ്രളയവും കാര്യവും ഒന്നും ഉണ്ടായിട്ട് വാപ്പ മരിക്കൂലേ, ഉമ്മ മരിക്കൂലേ, ഉറ്റവർ മരിക്കൂലേ, അതൊക്കെ വേറെ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അതിനൊക്കെ വേറെ ആൾക്കാരും, അത് വേറെയുള്ളവർക്കൊരു പരീക്ഷണം കൂടിയാണ്. ഒരു അനാഥ ഉണ്ടാകുമ്പോഴാണ് അനാഥയോട് മറ്റുള്ളവർ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വേറെയുള്ളവർക്കുള്ള പരീക്ഷണമാണ്. ഒരു ദുരിതമുണ്ടാവുമ്പോൾ ആ ദുരിതം കൺമുമ്പിൽ കാണുമ്പോൾ അള്ളാഹ് ഹൈറ് കൊടുത്തോ അതിന് സഹായിക്കുന്നുണ്ടോ എന്ന് അവർക്കുള്ള പരീക്ഷണം. ഒരു ഗവൺമെന്റ് നോക്കി നിൽക്കുകയാണോ എന്നുള്ളത് അവർക്കുള്ള പരീക്ഷണം. എല്ലാ സംഭവങ്ങൾക്കും പിന്നിലും കൃത്യമായ അതിന് ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസമനുസരിച്ച് നാളെ പരലോകത്ത് സംഭവം. ഇതിനെല്ലാത്തിനും ഉത്തരം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും വിശ്വാസി കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നെഗറ്റീവുകളുടെ കൂടെ പോയി തൻ്റെ വിശ്വാസം പണയപ്പെടുത്തുന്ന അവസ്ഥയല്ല ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളും മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ